ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ അപ്പോൾ നമ്മൾ ആദ്യമേ ഫോർമുലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആൽഫ ടു ആൽഫ പ്ലസ് 2l എന്ന് പറയുന്ന ഒരു ലിമിറ്റിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റിനുള്ളിലുള്ള ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos n pi x by l പ്ലസ് bn sin n pi x by l. ഇതാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇതാണ് ഫൊറിയർ സീരീസിന്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos n pi x by l പ്ലസ് bn sin n pi x by l. ദെൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവെൽ ഏതാണ്? ആൽഫ മുതൽ ആൽഫ പ്ലസ് 2l വരെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജനറലി നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്ന കേസിൽ നമ്മൾ a to b എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ l കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. b മൈനസ് a/2 യൂസ് ചെയ്താണ് നമ്മൾ l കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മൾ ഇക്വേഷൻ പറയുമ്പോൾ എങ്ങനെയാണ്? ആൽഫ മുതൽ ആൽഫ പ്ലസ് 2l എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇവിടുത്തെ l എന്തായിരിക്കും? l is equal to ഇത് a എന്ന് പറയുന്നത് -1ഉം b എന്ന് പറയുന്നത് എന്താണ്? 1ഉം ആണ് അല്ലെ? a, b എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ a -1 b 1 ആണ്. അപ്പൊ b മൈനസ് a/2 b minus a/2 l is equal to 1 minus minus 1/2 1 plus 1/2 ആൻസർ എന്ത് കിട്ടും? 2/2 1 കിട്ടും. സോ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എല്ലിന്റെ പ്ലേസിൽ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അതായത് ഈ l equal to b minus a/2 ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. l equal to b minus a എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് 2 ആൽഫ മൈനസ് a എന്ന് പറയുന്നത് ആൽഫ ബൈ 2 പ്ലസ് ആൽഫ മൈനസ് ആൽഫ ക്യാൻസൽ ആയാൽ 2l/2 കിട്ടും. 2 കട്ടായാൽ l ഈക്വൽ ടു l എന്ന് തന്നെയല്ലേ? അപ്പൊ ഇത് കറക്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് l കണ്ടുപിടിക്കാനായിട്ട് എന്ത് യൂസ് ചെയ്യാം? b മൈനസ് a/2 യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ പഠിക്കേണ്ട, ചുമ്മാ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അങ്ങനെ a, b എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്റർവെൽ നിൽക്കുന്നതെങ്കിൽ l എന്ന് പറയുന്നത് b മൈനസ് a/2 യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ദെൻ നമുക്ക് a0ന്റെ ഫോർമുല വേണം, an-ന്റെ ഫോർമുല വേണം, bn-ന്റെ ഫോർമുല വേണം. സോ a0ന്റെ ഫോർമുല എന്ന് പറയുന്നത് a0 is equal to 1/l ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l. അതായത് നമുക്ക് തന്നിട്ടുള്ള എന്താണോ ലിമിറ്റ് അതേ സെയിം ലിമിറ്റ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റൻ ആണെങ്കിൽ ഈ ആൽഫ ടു ആൽഫ പ്ലസ് 2l എന്നുള്ളിടത്ത് എന്താവും? -1 to 1 എന്നാവും. എല്ലിന്റെ വാല്യൂ 1 ആവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ അതും കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞാണ് പോകുന്നത്. എങ്ങനെ ഫോർമുല പഠിക്കണം, അതെങ്ങനെ ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്യണം. സിംപ്ലി എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ദെൻ a0ന്റെ ഫോർമുല ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുന്നു ഞാൻ. ദെൻ നമുക്ക് an-ന്റെ ഫോർമുല വേണം. an is equal to 1/l ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l f of x into cos n pi x by l dx. ഇക്വേഷൻ നമ്പർ 3 മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ദെൻ അടുത്ത ഇക്വേഷൻ bn-ന്റെ ഇക്വേഷൻ ആണ്. bn is equal to 1/l ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l f of x into sin n pi x by l dx. ഇതാണ് നമ്മുടെ bn-ന്റെ ഫോർമുല. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ 4 ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഫൊറിയർ സീരീസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 4 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് f of x equal to a0/2 plus sigma n equal to 1 to infinity an cos n pi x by l plus bn sin n pi x by l. പിന്നെ ആൽഫ മുതൽ ആൽഫ പ്ലസ് 2l വരെയാണ്. അവിടെ l കണ്ടുപിടിക്കുന്നത് b മൈനസ് a/2 ആണെന്ന് ഞാൻ പറഞ്ഞു. a, b എന്ന് വായിക്കുകയാണെങ്കിൽ l എന്ന് പറയുന്നത് എന്താണ്? b മൈനസ് a/2 a0 1/l ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l f of x dx an 1/l ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l f of x cos n pi x by l dx bn 1/l ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l f of x sin n pi x by l dx. ഇത്രയുമാണ് ഫോർമുലാസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഫോർമുലാസ് വെച്ച് നമുക്ക് ഈ ഒരു ഫംഗ്ഷന്റെ നമുക്ക് തന്നിട്ടുള്ള x² എന്ന് പറയുന്ന ഫംഗ്ഷന്റെ -1 to 1 എന്നുള്ള ഇന്റർവെല്ലിലെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് f of x equal to x² in -1 to 1. അപ്പോൾ -a to a എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആ ഒരു ലിമിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് f of x ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ജസ്റ്റ് ഓഡ് ആണോ ഈവൻ, ഓഡ് ആണെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവൻ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് വരാൻ പറ്റും. ഇത്
മൈനസ് എ ടു എ എന്നുള്ള രീതിയിലാണെങ്കിൽ, വേറെ ഏതെങ്കിലും ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന, നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്ത സ്റ്റാൻഡേർഡ് ഫോർമുലാസ് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജസ്റ്റ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് ഫോർമുല വരുമ്പോൾ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാം. സോ ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് മാറ്റി മൈനസ് എക്സ് ആക്കുമ്പോൾ മൈനസ് എക്സിന്റെ സ്ക്വയർ, മൈനസ് എക്സിന്റെ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ തന്നെയാണ്. പ്ലസ് എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് തിരിച്ച് നമുക്ക് എഫ് ഓഫ് എക്സ് കൊടുക്കാം. സോ അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ എനിക്ക് പ്ലസ് എഫ് ഓഫ് എക്സ് കിട്ടുവാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ എനിക്ക് പ്ലസ് എഫ് ഓഫ് എക്സ് കിട്ടുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ക്ലിയർ? അപ്പൊ ഈവൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫോർമുലാസ് ഉണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു അത്? ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 if f of x is an odd function, if f of x is an odd function, integral minus a to a f of x dx equal to 2 into integral 0 to a f of x dx if f of x is an even function. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. if f of x is an even function, integral minus a to a f of x dx equal to 0 if f of x is an odd function, integral minus a to a f of x dx equal to 2 into integral 0 to a f of x dx if f of x is an even function. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസിൽ യൂസ് വരുന്ന കാര്യമാണ്. സോ അപ്പോൾ നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഫോർമുലാസ് ആദ്യം എഴുതണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോർമുല എഴുതി വെക്കാം. നമ്മുടെ ആദ്യമേ തന്നെ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos n pi x by l plus bn sin n pi x by l. ഓക്കെ ആണല്ലോ? എ നോട്ടിന്റെ ഫോർമുല എന്താണ്? അപ്പൊ അതിനുമുമ്പ് നമുക്ക് ആദ്യമേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് എല്ല് കണ്ടുപിടിക്കാം. ആ എല്ലിന്റെ വാല്യൂ ഇവിടെ കൊടുത്ത് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ, നമുക്ക് അവസാനം യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഒന്ന് എഴുതി ഇക്വേഷൻ നമ്പർ കൊടുത്തിടുന്നത് വളരെ എളുപ്പമാണ്, കാരണം നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാമല്ലോ. സോ അപ്പൊ നമുക്ക് എ കോമ ബി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതണം. അതെന്താണ്? -1,1 ആണ്. സോ എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 1 ആണ്. എല്ല് കണ്ടുപിടിക്കുന്നത് തൊട്ട് മുമ്പേ പറഞ്ഞ ഇക്വേഷൻ b മൈനസ് എ ബൈ 2 -1 മൈനസ് -1 അല്ലെ, 1 മൈനസ് -1/2 1 പ്ലസ് 1/2 2/2. ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. സോ ഇപ്പൊ എല്ലിന്റെ വാല്യൂ 1 ആണ്. ഈ എല്ലിന്റെ വാല്യൂ എഫ് ഓഫ് എക്സിൽ കൊടുത്തിട്ട് ആ എഫ് ഓഫ് എക്സിന് ഒരു ഇക്വേഷൻ നമ്പർ ഒക്കെ ഇട്ട് നിർത്താം നമുക്ക്. അതാകുമ്പോൾ നമുക്ക് അവസാനം അതെടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ. കാരണം ഏറ്റവും അവസാനത്തെ സൊല്യൂഷൻ എ നോട്ടിന്റെയും എ എന്നിന്റെയും ബി എന്നിന്റെയും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതേണ്ട ഇക്വേഷൻ ആണ്. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിടാം. സോ അപ്പൊ നമുക്ക് എന്താ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് n പൈ എക്സ് ബൈ 1 എന്ന് വരും. എല്ലിന്റെ പ്ലേസിൽ 1 ആകുമ്പോൾ n പൈ എക്സ് ബൈ 1. അപ്പൊ ഞാൻ എന്ത് മാത്രം എഴുതിയാൽ മതി? n പൈ എക്സ് മാത്രം എഴുതിയാൽ മതി. പ്ലസ് ബി എൻ സൈൻ n പൈ എക്സ് ബൈ 1 എന്ന് വരും. അപ്പൊ ഞാൻ n പൈ എക്സ് മാത്രം എഴുതിയാൽ മതി. സോ ഈ ഇക്വേഷൻ ആണ് നമ്മൾ അവസാനം യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇട്ട് നിർത്താം. ഓക്കെ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് n പൈ എക്സ് പ്ലസ് ബി എൻ സൈൻ n പൈ എക്സ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഇനി എ നോട്ട് കണ്ടുപിടിക്കാം. എ നോട്ടിന്റെ ഫോർമുല എന്താണ്? എ നോട്ട് എന്ന് പറയുന്നത് 1/l. സ്റ്റാൻഡേർഡ് ആദ്യം എഴുതാം. ആൽഫ ടു ആൽഫ പ്ലസ് 2l എഫ് ഓഫ് എക്സ് ഡി എക്സ്. സ്റ്റാൻഡേർഡ് ആദ്യം എഴുതി. സോ 1/l ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ലിമിറ്റ് -1 ടു 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ആരാണ്? ക്വസ്റ്റ്യനിൽ നോക്കി എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് സ്ക്വയർ. സോ എക്സ് സ്ക്വയർ ഡി എക്സ്. സോ എല്ലിന്റെ പ്ലേസിൽ 1 കൊടുക്കാം. 1/1 ആണല്ലോ. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇന്റഗ്രൽ -1 ടു 1 എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനിയാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഫോർമുലാസ് രണ്ട് പേര് പറഞ്ഞല്ലോ, അവരുടെ യൂസ് വരുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ -a to a f of x dx equal to 2 into integral 0 to a f of x dx if f of x is an even function. Here f of x equal to x square is an even function. So same alle -a to a -1 to 1 f of x dx f of x is an even function.
ഹിയർ നമ്മൾ ചെയ്തു എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ സൊല്യൂഷൻ എന്താണ്? 2 into integral 0 to a f of x dx. So 2 into integral 0 to a ക്ക് പകരം എന്താണ്? 1 f of x dx. f of x എന്താണ്? x square dx. ഓക്കെ, 2 into x square ന്റെ ഇന്റഗ്രൽ എന്താണ്? x cube by 3 over the limit 0 to 1. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തോളൂ. 2 into 1 cube by 3 എന്താണ്? 1 by 3. ലോവർ ലിമിറ്റ് 0 ക്യൂബ് ആണ്, നോക്കേണ്ട ആവശ്യമില്ല. സോ ആൻസർ എന്ത് കിട്ടി? 2 by 3. അപ്പൊ എനിക്ക് a നോട്ടിന്റെ ഉത്തരം എന്ത് കിട്ടി? 2 by 3 കിട്ടി. സിമിലർലി നമ്മൾ ഇനി ആരെയൊക്കെ കണ്ടുപിടിക്കണം? ഫോർമുലാസ് യൂസ് ചെയ്ത് an ഉം കണ്ടുപിടിക്കണം, bn ഉം കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ആ പരിപാടി നോക്കാം. സോ അപ്പൊ നമുക്ക് ബാക്കി ചെയ്യാം. നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 1 ഞാൻ ഇവിടെ ഒന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയ a നോട്ടിന്റെ വാല്യൂ 2 by 3 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ആദ്യമേ കണ്ടുപിടിച്ചു 1 ആണെന്നുള്ളത്. അപ്പൊ അത് ഞാൻ എഴുതിയിട്ടുണ്ട്, കാരണം ഇനി നമുക്ക് യൂസ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് a നോട്ടിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി an ന്റെ പരിപാടി നോക്കാം. അപ്പൊ ആദ്യമേ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുക. an is equal to 1 by l integral alpha to alpha plus 2l f of x into cos n pi x by l dx. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by l ന് പകരം ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ലിമിറ്റ് -1 to 1. f of x എന്ന് പറയുന്നത് x സ്ക്വയർ ആണ്. cos n pi x by l ന്റെ പ്ലേസിൽ എനിക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 dx. ഓക്കെ, സോ അപ്പൊ എന്ത് വരും? 1 by 1 1 തന്നെയാണ്. ബാക്കി ഇന്റഗ്രൽ -1 to 1 x സ്ക്വയർ ഇൻറ്റു cos n pi x by l അല്ലെ? n pi x by 1 എന്ന് പറഞ്ഞാൽ എന്താണ്? n pi x ആണ്. cos n pi x dx. സോ ഇന്റഗ്രൽ -1 to 1 x സ്ക്വയർ ഇൻറ്റു cos n pi x dx. ഓക്കെ അല്ലേ? സോ x സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് അല്ലെ? ഇപ്പൊ നമുക്ക് ഈ ഒരു x സ്ക്വയർ ഇൻറ്റു cos n pi x മാത്രമായിട്ട് ഒന്ന് എടുത്താൽ x സ്ക്വയർ ഇൻറ്റു cos n pi x മാത്രമായിട്ട് ഞാൻ എടുത്തു. x സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു cos n pi x ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം cos x is a standard even function. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. sin x is a standard odd function and cos x is a standard even function. കാരണം sin of minus x minus sin x ആണ്. f of minus x minus f of x ആണെങ്കിൽ f of x odd function ആണ്. അതനുസരിച്ച് സോ അപ്പൊ നമുക്ക് cos x ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. cos of minus x cosനകത്ത് മൈനസ് വന്നാൽ മൈനസ് ഇല്ലാതായി മാറും. cos x മാത്രമാണ് ആൻസർ. സോ അപ്പൊ cos x ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. രണ്ട് ഈവൻ ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. ശരിയല്ലേ? രണ്ട് ഈവൻ ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്കൊരു ഈവൻ ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. രണ്ട് ഓഡ് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്കൊരു ഈവൻ ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. പക്ഷെ ഒരു ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ എനിക്കൊരു ഓഡ് ഫംഗ്ഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ രണ്ട് ഈവൻ ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സോ ക്ലിയർലി എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സോ ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ -1 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ ഇന്റഗ്രൽ അപ്പൊ ഇതെങ്ങനെ വായിക്കാൻ എനിക്ക്? ഇന്റഗ്രൽ -a to a f of x dx where f of x is an even function. Clearly we can say that integral is 2 into integral 0 to a എന്ന് പറയുന്നത് 1 ആണ്. f of x എന്ന് പറയുന്നത് എന്താണ്? x square cos n pi x dx. ഓക്കെ, സോ 2 into അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഒന്ന് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. കാരണം -1 നമുക്ക് ലോവർ ലിമിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലത് 0 to 1 എന്നാക്കിയാൽ ലോവർ ലിമിറ്റിന്റെ അപ്പർ ലിമിറ്റിന്റെ ഒക്കെ പരിപാടി എളുപ്പം കഴിയും. സോ 2 into integral 0 to 1 x square into cos n pi x dx. ഇവിടെ നമ്മൾ ഇനി എന്ത് യൂസ് ചെയ്യണം? ഇന്റഗ്രൽ uv ഫോർമാറ്റ്. ഇന്റഗ്രൽ uv എന്താണ്? ബെർണോളിസ് തിയറം. uv1 minus u dash v2 plus u double dash v3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇതേ u തന്നെ നേരെ ഇവിടെ എഴുതുക. ഈ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് u dash, u dashന്റെ ഡെറിവേറ്റീവ് ആണ് u double dash. ആ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ v യുടെ ഇന്റഗ്രൽ ആണ് v1, v1ന്റെ ഇന്റഗ്രൽ ആണ് v2, v2ന്റെ ഇന്റഗ്രൽ ആണ് v3. ഈ ഒരു സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? അതായത് ഈ u dash u double dash ഇങ്ങനെ പോകുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ആണ്, d by dx ആണ്. ക്ലിയർ അല്ലേ? ഈ v യുടെ ഇന്റഗ്രൽ ആണ് v1, v1ന്റെ ഇന്റഗ്രൽ ആണ് v2. അപ്പൊ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്റഗ്രൽ ആണ്. ക്ലിയർ? അതായത് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ദ റെസ്പെക്റ്റബിൾ വേരിയബിൾ. അപ്പം ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റൂള്. അപ്പൊ അതനുസരിച്ചിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 into x square into
യു എഴുതി, യു ഇൻറ്റു v1. v1 എന്താണ്? ഈ ഇവിടെ കിടക്കുന്ന വിയുടെ ഇന്റഗ്രലാണ് v1. അതായത് വിയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? cos n pi x. അതിന്റെ ഇന്റഗ്രൽ എന്താണ്? sin n pi x ഡിവൈഡഡ് ബൈ n pi. ക്ലിയർ അല്ലേ? sin n pi x ബൈ n pi. കാരണം സൈനിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ്. അപ്പൊ കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആവും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ബേസിക് റൂൾ ആണെന്ന് അറിയാലോ. ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിഫറൻഷിയേഷൻ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. സോ ഇവിടെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ n pi x ആണ്. അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള n pi കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ നമ്മുടെ യു വി കഴിഞ്ഞു മൈനസ് യു ഡാഷ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. മുമ്പേ പറഞ്ഞല്ലോ ഇയാളുടെ ഡെറിവേറ്റീവ് നേരെ ഇവിടെ വരും. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇനി ഇയാളുടെ ഇന്റഗ്രൽ നേരെ ഇവിടെ വരണം. സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. മൈനസ് കോസ് n pi x. ഓക്കെ, ഡിവൈഡഡ് ബൈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ n pi x, അതിന്റെ ഡെറിവേറ്റീവ് n pi കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. ഓൾറെഡി ഇവിടെ n pi ഉണ്ട്. വരുന്ന n pi കൂടെ ചേർന്ന് എന്താവും? n സ്ക്വയർ പൈ സ്ക്വയർ ആവും. ക്ലിയർ അല്ലേ? ഇനി പ്ലസ് യു ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. 2x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ 2x ന്റെ ഡെറിവേറ്റീവ് 2 ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇപ്പുറത്ത് എഴുതാം. പ്ലസ് 2x ന്റെ ഡെറിവേറ്റീവ് 2 ആണ്. ഓക്കെ, ഇപ്പൊ യു ഡബിൾ ഡാഷ് ആയി v3 എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ എഴുതിയ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളുടെ ഇന്റഗ്രൽ. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഞാൻ ഇട്ടു. എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? കോസ് എക്സ്, സൈൻ എക്സിന്റെ. അപ്പൊ കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എക്സ്. അപ്പൊ സൈൻ n pi x. ഓക്കെ, ഡിവൈഡഡ് ബൈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ n pi x, അതിന്റെ ഡെറിവേറ്റീവ് n pi, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം നമ്മൾ. ഓൾറെഡി n സ്ക്വയർ പൈ സ്ക്വയർ ഉണ്ട്. അതും കൂടെ വരുമ്പോൾ എന്താവും? n ക്യൂബ് പൈ ക്യൂബ് ആവും. ഓക്കെ, ഇനി മൈനസ് യു ട്രിപ്പിൾ ഡാഷ്, അതായത് ഈ 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ ഇനി 0 ആണ്, അങ്ങോട്ട് എഴുതി പോകേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. ഇനി നേരെ എന്ത് അപ്ലൈ ചെയ്തോണം? നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്തോണം. എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 1 വരെയാണ് നമ്മുടെ ലിമിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് n pi x ന്റെ ഇന്റഗ്രൽ സൈൻ n pi x ബൈ n pi മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇയാളുടെ ഇന്റഗ്രൽ വേണം ഇവിടെ വരാൻ. സൈൻ n pi x ബൈ n pi യുടെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് n pi x ബൈ n സ്ക്വയർ പൈ സ്ക്വയർ. അതെങ്ങനെയാ വന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് n സ്ക്വയർ പൈ സ്ക്വയർ വന്നത്. പ്ലസ് യു ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ 2x ന്റെ ഡെറിവേറ്റീവ് 2 വന്നു. ഇൻറ്റു ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ആളുടെ ഇന്റഗ്രൽ മൈനസ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എക്സ്. സോ സൈൻ n pi x ബൈ എന്ത് വരും? n ക്യൂബ് പൈ ക്യൂബ്. ഓവർ ദ ലിമിറ്റ് എന്താണ്? 0 to 1. കാരണം ഒരു n pi താഴെ വരും. ഓൾറെഡി n സ്ക്വയർ പൈ സ്ക്വയർ ഉണ്ട്. അയാളുടെ കൂടെ ചേർന്ന് എന്താവും? n ക്യൂബ് പൈ ക്യൂബ്. സോ അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ബാക്കി സോൾവ് ചെയ്യാം. സോ അപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് വന്ന് നിന്ന സ്റ്റെപ്പ് ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ അതിന് മുമ്പ് ചെറിയ പരിപാടികൾ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസ് കൂടെ ചേർന്ന് എന്താവും? പ്ലസ് ആവും. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. പ്ലസ് മൈനസും കൂടെ ചേർന്ന് എന്താവും? മൈനസ് ആവും. അതൊക്കെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് ഒന്ന് മാറ്റിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കാം. സോ 2 ഇൻറ്റു ആദ്യം മനസ്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണേ. നമ്മൾ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിത്ത് റെസ്പെക്ട് വേരിയബിൾ എന്താണോ അയാൾക്കാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ നമുക്ക് എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ n pi എക്സ് 1 ആയി പോയി ബൈ n pi പ്ലസ് അപ്പം എക്സ് സ്ക്വയർ 1 സ്ക്വയർ ആവും. ശരിയല്ലേ? എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n സ്ക്വയർ 1 സ്ക്വയർ ആവും. 2 ഇൻറ്റു 1 ഇൻറ്റു കോസ് n pi എക്സ് 1 ആയി പോവും ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സൈൻ n pi എക്സ്. എക്സ് 1 ആവുമ്പോൾ സൈൻ n pi മാത്രമാവും ഡിവൈഡഡ് ബൈ n ക്യൂബ് പൈ ക്യൂബ്. ഇതാണ് നമ്മുടെ അപ്പർ ലിമിറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ അപ്പർ ലിമിറ്റ്. ഇതാണ് നമ്മുടെ അപ്പർ ലിമിറ്റ്. മൈനസ് കഴിഞ്ഞില്ല. ഇനി എന്ത് അപ്ലൈ ചെയ്യണം? ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ അപ്പർ ലിമിറ്റിന്റെ പരിപാടിയാണ് ഇപ്പൊ കഴിഞ്ഞത്. ഇനി നമുക്ക് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ 0 സ്ക്വയർ ഇൻറ്റു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ അത് ഫസ്റ്റിലെ 0 ആയി. 2 ഇൻറ്റു എക്സിന് 0 കൊടുത്താൽ ഇതും 0 ആവും. പിന്നെ നിങ്ങൾ പഠിച്ചു, തൊട്ട് മുമ്പേ ഞാൻ പഠിപ്പിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്, സൈൻ n pi 0 ആണ്,
cos n pi minus 1 raised to n ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എല്ലാം ഓർത്ത് വെക്കുക. sin 0 0 ആണ്, cos 0 1 ആണ്, sin n pi 0 ആണ്, cos n pi minus 1 raised to n ആണ്. ക്ലിയർ അല്ലേ? then അതനുസരിച്ച് ഇവിടെ n into pi into 0, ലോവർ ലിമിറ്റ് x ന് 0 എടുക്കുമ്പോൾ n into pi into 0 sin 0 വരും. sin 0 0 ആയതുകൊണ്ട് മൈനസ് 0 എന്ന് തന്നെ വരും. അപ്പൊ ഇതിന്റെ ആവശ്യം ശരിക്കും വരുന്നില്ല, എല്ലാം 0 ആണ്. then അപ്പർ ലിമിറ്റ് നമ്മൾ നോക്കാം. 2 into sin n pi എന്താണ്? sin n pi ഇവിടെ നമ്മൾ പഠിച്ചു 0 ആണ്, അപ്പൊ ഈ ടേം 0 ആയി പോകും. then ഇവിടെയും sin n pi വരുന്നുണ്ട്, അപ്പൊ ഈ ടേം 0 ആയി പോകും. ഓക്കെ, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 2 into cos n pi divided by n square pi square. so this is equal to 2 into 2 4 ആകും. cos n pi എന്താണ്? cos n pi minus 1 raised to n ആണ്. so minus 1 raised to n by n square pi square. so this is the solution. ഇതാണ് നമ്മുടെ എന്തിന്റെ വാല്യൂ? an ന്റെ വാല്യൂ. അപ്പൊ നമുക്ക് a നോട്ട് കിട്ടിയായിരുന്നു. then an നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 4 into minus 1 raised to n by 4 into minus 1 raised to n by n square pi square. ഇതാണ് നമ്മുടെ an. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? bn കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പൊ bn കണ്ടുപിടിച്ചിട്ട് an ന്റെയും bn ന്റെയും വാല്യൂ, a നോട്ടിന്റെ വാല്യൂ f of x ഇക്വേഷൻ നമ്പർ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. സോ അപ്പൊ നമുക്ക് ഇനി bn കണ്ടുപിടിക്കുന്ന പരിപാടി. സോ അപ്പൊ നമ്മൾ a നോട്ട് കണ്ടുപിടിച്ചു, an കണ്ടുപിടിച്ചു, ഇനി bn കണ്ടുപിടിക്കാം. bn ന്റെ ഫോർമുല എന്താണ്? bn is equal to 1 by l integral alpha to alpha plus 2l f of x into sin n pi x by l dx. സോ എല്ലാ വാല്യൂസും കൊടുക്കാം. l 1 ആണെന്ന് അറിയാം അല്ലേ, അവിടെ ബോക്സിലാക്കി ഇട്ടിട്ടുണ്ട്. 1 ആൽഫ ടു ആൽഫ പ്ലസ് 2l ക്വസ്റ്റ്യനിലെ ലിമിറ്റ് -1 to 1 f of x x square sin n pi x by l ന്റെ പ്ലേസിൽ എന്താണ്? 1 dx. ഓക്കെ, സോ അതായത് 1 by 1 1 ആണ്, ഇന്റഗ്രൽ -1 to 1 x square into sin n pi x by 1 എന്താണ്? n pi x ആണ് dx. സോ ഇന്റഗ്രൽ -1 to 1 x square into sin n pi x dx. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് നോക്കണം? ആ ഓഡ് ഈവൻ പരിപാടി നോക്കണം അല്ലെ. x square എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? x square എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. sin x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഒരു ഓഡും ഈവനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ഓഡ് ഫംഗ്ഷൻ കിട്ടും. ശരിയല്ലേ? ഒരു ഈവനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഒരു ഓഡ് ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഒരു ഓഡ് ഫംഗ്ഷനും ഒരു ഈവൻ ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ഒരു ഓഡ് ഈവനും കൂടെ ഗുണിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഓഡ് കിട്ടുന്നത്. രണ്ട് ഈവൻ തമ്മിൽ ഗുണിച്ചാൽ എനിക്ക് ഈവൻ കിട്ടും, ഒരു ഓടും ഒരു ഈവനും കൂടെ ഗുണിച്ചാൽ എനിക്ക് ഈവൻ കിട്ടും. അപ്പൊ മുമ്പത്തെ കേസിൽ നമ്മൾ രണ്ട് ഈവൻ തമ്മിലാണ് ഗുണിച്ചത്, അപ്പൊ നമുക്ക് ആൻസർ ഈവൻ ആയിരുന്നു. രണ്ട് ഓഡ് തമ്മിൽ ഗുണിച്ചാലും എനിക്ക് ആൻസർ ഈവൻ കിട്ടും, പക്ഷെ ഒരു ഓടും ഒരു ഈവനും കൂടെ ഗുണിക്കുമ്പോൾ ആൻസർ എന്താണ്? ഓഡാണ്. സോ ഹിയർ ഒരു ഓടും ഒരു ഈവനും ആണ്, ആൻസർ എന്താണ്? ഓഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തൊട്ടു മുമ്പേ നമ്മൾ ഫസ്റ്റ് പഠിച്ച തിയറി എന്താണ്? ഇന്റഗ്രൽ -a to a f of x dx equal to 0 if f of x is an odd function അല്ലേ. ഹിയർ f of x is an odd function. അപ്പൊ ഈ ഇന്റഗ്രലിന്റെ ആൻസർ ഡയറക്ട്ലി എന്താ എഴുതാം? നമുക്ക് 0. നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ദിസ് ഈസ് ഡയറക്ട്ലി എന്താണ്? 0. സോ അപ്പൊ നമ്മുടെ bn ന്റെ വാല്യൂ എന്തായി? ഡയറക്ട്ലി 0 ആയി. ക്ലിയർ? അപ്പൊ നമ്മൾ a നോട്ട് കണ്ടുപിടിച്ചു, an കണ്ടുപിടിച്ചു, bn കണ്ടുപിടിച്ചു. ഇനി ഇവരുടെ മൂന്ന് പേരുടെയും വാല്യൂസ് നമ്മുടെ ഈ f of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ കൂടെ എഴുതി വെക്കാം. സോ അപ്പൊ നമ്മൾ bn കണ്ടുപിടിച്ചു, a നോട്ട് കിട്ടി, an കിട്ടി, bn കിട്ടി. ഇവന്മാരെ മൂന്ന് പേരെയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 എഴുതാം. സോ അപ്പൊ നമ്മുടെ f of x എന്ത് വരും? f of x equal to a naught by 2 എന്ന് പറയുമ്പോൾ 2 by 3 by 2 plus sigma n equal to 1 to infinity. an ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 4 into -1 raised to n divided by n square pi square cos n pi x plus bn എന്താണ്? 0 ആണ്. അപ്പൊ പ്ലസ് bn ന്റെ സ്ഥലത്ത് ഇനി 0 ആണ് വരുന്നത്. അപ്പൊ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം 0 ആയി പോകും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ. സോ എന്ത് കട്ട് ചെയ്യാം? നമുക്ക് കുറച്ചും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുത്താൽ വളരെ നല്ലതാണ്. 2 കട്ടായാൽ ബാക്കി എന്ത് കിട്ടും? 1/3. ഓക്കെ, അപ്പൊ 4 കോൺസ്റ്റന്റ് ആണ്, പൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. സോ 1/3 പ്ലസ് 4/π. 4/π സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം. ബാക്കി സിഗ്മ n ഈക്വൽ ടു 1 to infinity
4 പുറത്തു വന്നു, പൈ സ്ക്വയർ പുറത്തു വന്നു, മൈനസ് 1 റൈസ് ടു n ബൈ n സ്ക്വയർ കോസ് n പൈ എക്സ്. ഇനി ജസ്റ്റ് എന്നിന് 1 2 ഒക്കെ കൊടുത്ത് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിടുന്ന വളരെ നല്ലതാണ്. അതാണുള്ള എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതാണ് എൻ്റെ ബെറ്റർ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് 4 പൈ സ്ക്വയർ പുറത്ത് കിടക്കട്ടെ, ജസ്റ്റ് ഒന്ന് അകത്ത് കൊടുത്ത് എഴുതുക. എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് 1 റൈസ് ടു 1 മൈനസ് 1 ബൈ 1 സ്ക്വയർ എന്താണ് 1 കോസ് എന്നിന് 1 കൊടുക്കുമ്പോൾ 1 പൈ എക്സ് വരും. സോ പൈ എക്സ് പ്ലസ് എന്നിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് 1ന്റെ സ്ക്വയർ പ്ലസ് 1 ബൈ 2 സ്ക്വയർ 4 കോസ് 2 പൈ എക്സ് വരും. ഇതിങ്ങനെ മൈനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് രണ്ട് ടേംസിന് കൊടുത്തിട്ടാൽ മതി. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ വരെ എഴുതിയാൽ മതി? ഇവിടെ വരെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ 1/3 പ്ലസ് 4 പൈ സ്ക്വയർ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 റൈസ് ടു n ബൈ n സ്ക്വയർ കോസ് n പൈ എക്സ്. ഇതാണ് അതിന്റെ സൊല്യൂഷൻ.